നമസ്കാരം. അഹമ്മദാബാദിൽ റൺവേയിൽ നിന്ന് പറന്നുയർന്ന ഉടൻ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് എന്തുകൊണ്ടെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ഔദ്യോഗിക അന്വേഷണം വ്യോമയാന മന്ത്രാലയം ഒരു ഭാഗത്ത് നടത്തുമ്പോഴും സ്വതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തലുകൾ അപകടത്തെക്കുറിച്ച് ചില ഉൾക്കാഴ്ചകൾ നൽകുന്നു. 600 അടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും താഴ്ന്നു തന്നെയിരിക്കുന്ന ചക്രങ്ങളും നേരെയായ ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകളും ഒന്നിച്ച് സംഭവിക്കുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയാണെന്ന് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് വെ ഫിലിപ്പ് വ്യാഴാഴ്ച അഭിപ്രായപ്പെട്ടു. എന്നാൽ അടിയന്തര സാഹചര്യത്തിൽ തന്നെ മാത്രം വിമാനത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ ചലിപ്പിക്കുന്ന റാം എയർ ടർബൈൻ പ്രവർത്തിച്ചത് വിമാനത്തിന്റെ വലിയ അപകടാവസ്ഥയാണ് സൂചിപ്പിക്കുന്നതെന്ന് ജേക്കബ് കെ ഫിലിപ്പ് വെള്ളിയാഴ്ചത്തെ കുറിപ്പിൽ പറഞ്ഞു. ഈ വിമാനത്തിലെ എഞ്ചിനുകളുടെയും പ്രവർത്തനം ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് വൈദ്യുതി സംവിധാനമായതിനാൽ തന്നെ അതിനുണ്ടാകുന്ന തകരാറുകൾ തിരികെ എഞ്ചിനുകളെ നിശ്ചലമാക്കും. ചുരുക്കത്തിൽ വിമാനത്തിലെ വൈദ്യുതി സംവിധാനം മൊത്തത്തിൽ നിശ്ചലമായതാണ് ഇന്നലത്തെ അപകടമുണ്ടാക്കിയതെന്ന് പറയുന്നു. കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്. ജേക്കബ് കെ ഫിലിപ്പിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്നലത്തെ എയർ ഇന്ത്യ വിമാന അപകടത്തെ പറ്റിയുള്ള വാർത്തകളിലും വിശകലനങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു കാര്യത്തെ പറ്റിയായിരുന്നു. 600 അടിയോളം പൊക്കത്തിൽ വിമാനത്തിന്റെ ചക്രങ്ങൾ താഴ്ന്നു തന്നെ ഇരുന്നതും ഫ്ലാപ്പുകൾ നേരെയാക്കിയിരുന്നതും വ്യക്തമാക്കിയ വീഡിയോയിൽ തന്നെ വളരെ കുറച്ച് മാത്രം ശ്രദ്ധിക്കപ്പെട്ട കാര്യം അതൊരു ശബ്ദമായിരുന്നു. ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം വിമാനത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. റാം എയർ ടർബൈൻ, അതായത് RAT എന്ന ചെറിയ വൈദ്യുതി ജനറേറ്ററിന്റെ കൃത്യമായി തിരിച്ചറിയാവുന്ന മുരൾച്ച പോലെയുള്ള ശബ്ദം വീഡിയോ കാണുക മാത്രം ചെയ്തപ്പോൾ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു സംഭവം തന്നെയായിരുന്നു ഇതെന്ന് വ്യക്തമാക്കുന്നു. വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ സ്വീകരിക്കുന്ന വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലാവുക, ആ സാഹചര്യത്തിൽ പ്രവർത്തനം ആരംഭിക്കേണ്ടതായി തന്നെ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന ചെറു ജനറേറ്ററും പ്രവർത്തിക്കാതെയാവുക, ഇത് രണ്ടുമില്ലെങ്കിൽ വിമാനത്തിൽ ഊർജം നൽകേണ്ടിയിരുന്ന ബാറ്ററി യൂണിറ്റും നിശ്ചലമാവുക. ഈ സാഹചര്യത്തിൽ മാത്രമാണ് റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങുക. മറ്റു വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രീം ലൈനർ വിമാനങ്ങളിലെ റാറ്റ് പൈലറ്റുമാർ സ്വിച്ച് ഓൺ ചെയ്യാൻ കഴിയുകയുമില്ല. മേൽപ്പറഞ്ഞ ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ തനിയെ ഓണാവുകയാണ്. ഇന്നലെ റാറ്റ് ഓണായി എന്നതിന്റെ ആദ്യത്തെ അർത്ഥം ഇതാണ്: വൈദ്യുതി സംവിധാനങ്ങൾ കൊണ്ട് മാത്രം എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന വിമാനത്തിലെ ആ സംവിധാനങ്ങളെല്ലാം ആ 625 അടി പൊക്കത്തിൽ തന്നെ പ്രവർത്തിക്കാതെയായിരുന്നു. രണ്ട് സാഹചര്യത്തിൽ ഇത് സംഭവിക്കാം. ഒന്ന്, രണ്ട് എഞ്ചിനുകളും പ്രവർത്തിക്കാതെയായി, ഒപ്പം എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന ജനറേറ്ററുകളും. രണ്ട്, എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും മേൽപ്പറഞ്ഞ രണ്ട് ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ജനറേറ്ററുകൾ പ്രവർത്തിച്ചില്ല. അതോടൊപ്പം തന്നെ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന APUവും പ്രവർത്തിക്കാതെയായി. കൂടാതെ ബാറ്ററിയിൽ നിന്നുള്ള ഊർജവും പോരാതെ വന്നു. നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലെഫ്റ്റ് എന്ന പൈലറ്റ് സന്ദേശം അയച്ചത് ഇതിലെ ഏത് സാഹചര്യത്തിൽ എന്നാണ് വ്യക്തമാക്കേണ്ടത്. എഞ്ചിൻ പ്രവർത്തിക്കുന്നില്ല എന്ന് പൈലറ്റ് പറഞ്ഞില്ല എന്ന് ശ്രദ്ധിക്കുക. ത്രസ്റ്റ് കിട്ടുന്നില്ല എന്നും ആവശ്യത്തിന് ലിഫ്റ്റ് ഇല്ല എന്നും പറയുമ്പോൾ എഞ്ചിൻ ഉണ്ടെങ്കിലും ഇതൊന്നുമില്ല എന്ന അർത്ഥമാണ് കൂടുതലുമുള്ളത്. എഞ്ചിനുകൾ ആവശ്യത്തിന് ശക്തി നൽകാതെ ഐഡിൽ നിലയിലായിരുന്നുവെങ്കിലും ഒരു എഞ്ചിൻ മാത്രം പ്രവർത്തിക്കുകയായിരുന്നുവെങ്കിലും നോ ത്രസ്റ്റ് എന്ന് പൈലറ്റിന് പറയാം. നോ ലിഫ്റ്റ് എന്ന് പറഞ്ഞത് വിരൽ ചൂണ്ടുന്നത് നേരെയാക്കിയ ഫ്ലാപ്പുകളിലേക്കും കൂടിയാണ്. കൂടാതെ വിമാനത്തിലെ ചരക്കിന്റെയും യാത്രക്കാരുടെയും വിന്യാസം ശരിയാകാത്തതിനാൽ വിമാനത്തെ മുകളിലേക്ക് ഉയർത്താൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരുന്നതും ഇത്തരത്തിൽ സാഹചര്യമുണ്ടാക്കാം.